അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഷിനിക്കാക്കയും കൂടി ഇതേ എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉമ്മാക്ക് കൊണ്ടിട്ട് കേക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കേക്ക് കട്ട് ചെയ്യുന്ന നേരത്ത് ഉമ്മയും അപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതായത് 30-ാം തീയതി രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി രാവിലെയാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. രാവിലെ എന്ന് വെച്ചാൽ സോറി വൈകുന്നേരം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം നമ്മൾ പണിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. കേക്ക് കൊടുക്കുക, റിട്ടേൺ വീട്ടിൽ വരാം, ഷിനിക്കാൻ്റെ വീട്ടിൽ പോവുക, കേക്ക് കൊടുക്കുക, വീണ്ടും റിട്ടേൺ വീട്ടിൽ വരാം, ഫുഡ് കഴിച്ചാൽ കിടക്കാം കേട്ടോ. കാരണം പിറ്റേ ദിവസം വർക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ എവിടെയും പോകണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നാത്തൂനും എൻ്റെ ആങ്ങളെയും കൂടിയിട്ട് എന്തോ വർക്ക് ചെയ്യാൻ കേട്ടോ കമ്പ്യൂട്ടറിലല്ല ലാപ്ടോപ്പിൽ. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഭംഗി നോക്കുകയാണ് കേട്ടോ. ഷിനിക്കാക്ക് എടുത്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് എനിക്ക് പറയാം. കാരണം നല്ല കളറായിരുന്നു കേട്ടോ. ഇക്കാക്ക് നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ഇക്കാക്ക് പിന്നെ കുറേ നേരം പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു. ഉമ്മ നമ്മളെ കണ്ടപ്പോൾ തന്നെ വേഗം ചായ കാച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റ് നല്ല കളിയിലാണ്. ഐനൂസും എയറൂസും കണ്ടു കഴിഞ്ഞാൽ നല്ല കളിയായിരിക്കും കേട്ടോ. ഐനൂസ് ഇട്ട ഡ്രസ്സ് ഐറൂസിന് ഇടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്കും ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. സെയിം മോഡൽ തന്നെ. പിന്നെ ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളിയായിരിക്കും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തല്ലുകൂടലായിരുന്നു. ഞാനും എൻ്റെ ആങ്ങളെയും നല്ല തല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവരെയൊക്കെ പോലെ സ്നേഹിക്കാൻ നമുക്ക് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ശരിക്കും മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ വലിയ തല്ലുകൂട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഐനൂസും എറൂസും നല്ല കളിയിലാണ് കേട്ടോ. ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു വീയോ എന്നുള്ള പേടിയാണ്. പിന്നെ അവിടെ ഉമ്മൻ വെക്കലായി കെട്ടിപ്പിടിക്കലായി ഭയങ്കര കളിയാണ് കേട്ടോ. നമ്മൾ ഈ പ്രായത്തിലൊക്കെ നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. ഒരുവിധം പ്രായമായപ്പോഴാട്ടോ നമ്മൾ ഇടി പിടിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ അവർ രണ്ടുപേരും കളിക്കുന്നുണ്ട്. ഉമ്മയും പാപ്പയും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ഷിനിക്കാക്ക് എന്താ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. അപ്പോഴത്തേക്കും ചായ മിച്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. പിന്നെ നാത്തൂനും ആങ്ങളെയും കുട്ടിയും കൂടെ ഇവിടെ പോവാട്ടോ. 10 മുഖിനോട് ഇഷ്ടപ്പെടില്ലേക്ക്